നവീൻ ബാബു താമസിച്ചിരുന്ന പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സും അതിന്റെ പരിസരവും ഒഴികെയുള്ള മറ്റ് എല്ലാ CCTV ദൃശ്യങ്ങളും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നവീൻ ബാബുവിന്റെ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ആ പ്രദേശത്തെയോ അതിന്റെ പരിസരത്തെയോ CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല. ഇത് തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് തെളിയല്ലേ? ഇനി നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് തെളിയിക്കാനും ഇതേ ദൃശ്യങ്ങൾ തന്നെ പോരെ? നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ തെളിവുകൾ അതൊരു കൊലപാതകമാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള മുഴുവൻ ആൾക്കാരും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടി പുറത്തു വരികയാണ്. ഇതിനൊരു CBI അന്വേഷിക്കണം. ഈ കേസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് തെളിയാൻ പോകുന്നില്ല. കേവലം ഒരു ആത്മഹത്യയാക്കി, വെറും ഒരു ആത്മഹത്യയാക്കി, PP ദിവ്യയുടെയോ മറ്റാരുടെയോ യാതൊരു പ്രേരണയും കൂടാതെ സ്വയം ആത്മഹത്യ ചെയ്തു, എന്തോ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തുന്നതിലേക്ക്, അല്ലെങ്കിൽ തെളിയാത്ത രീതിയിലേക്ക് ഈ കേസ് കൊണ്ട് എത്തിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതൊരു കൊലപാതകമാണ് എന്ന് വ്യക്തമായി തെളിയിക്കുന്ന രേഖകൾ പോലീസ് തന്നെ പുറത്തുവിടുന്നു. അത് പക്ഷേ അറിയാതെയാണ് അവർ ചെയ്യുന്നത് മാത്രം. നവീൻ ബാബു താമസിച്ചിരുന്ന പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സും അതിന്റെ പരിസരവും ഒഴികെയുള്ള മറ്റ് എല്ലാ CCTV ദൃശ്യങ്ങളും എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നവീൻ ബാബുവിന്റെ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ആ പ്രദേശത്തെയോ അതിന്റെ പരിസരത്തെയോ CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല. ഇത് തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് തെളിയല്ലേ? ഇനി നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് തെളിയിക്കാനും ഇതേ ദൃശ്യങ്ങൾ തന്നെ പോരെ? അദ്ദേഹം നടന്ന് ക്വാർട്ടേഴ്സിലേക്ക് കടന്നു ചെല്ലുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ പുറത്തേക്ക് ബോഡി ആയിട്ടാണ്, മരിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. അത് മറ്റുള്ളവർ ചേർന്ന് എടുത്തുകൊണ്ട് വരികയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ CCTV ദൃശ്യങ്ങൾ മാത്രം മതി നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് തെളിയാൻ. എന്നാൽ അതേ CCTV ദൃശ്യങ്ങൾ മാത്രം മതി അദ്ദേഹം അകത്തേക്ക് പോകുന്നു, CPM ഗുണ്ടകളോ ഇനി അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ നവീൻ ബാബുവിനെ അപകടപ്പെടുത്തി കൊന്നു കെട്ടിത്തൂക്കി എന്നുണ്ടെങ്കിൽ അവർ ആ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നതും വരുന്നതുമായ ദൃശ്യങ്ങൾ അതിൽ നിന്നെടുക്കാം. അപ്പോൾ അതൊരു കൊലപാതകമാണ് എന്ന് എളുപ്പത്തിൽ തെളിയും. ഇവിടെ ആത്മഹത്യയാണ് എന്നുണ്ടെങ്കിൽ, നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസ് ആ CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്തേനെ. ഇവിടെ അത്തരത്തിൽ ക്വാർട്ടേഴ്സിന്റെയും പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിന്റെയും അതുപോലെ പരിസരത്തെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ എടുത്തില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണ്, 100% ഇതൊരു കൊലപാതകമാണ് എന്ന് അനുമാനിക്കാൻ സാധിക്കും. പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ എല്ലാ തെളിവുകളും എടുത്ത് സൂക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഇതിനിടയിൽ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് ഇറങ്ങുന്നത് മുനീശ്വരൻ കോവിലിന്റെ അവിടെ ചെന്നാണ് ഡ്രൈവർ ഇറക്കി വിടുന്നത്, ഔദ്യോഗിക ഡ്രൈവർ ഇറക്കി വിടുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നതായി അറിയില്ല. അത് മാത്രമല്ല, ഈ ഡ്രൈവറെ അതിനുശേഷം കണ്ടിട്ടില്ല, യാതൊരു വിവരവുമില്ല. നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിന്റെ അവിടെ ഇറക്കി വിട്ട ഡ്രൈവർ ഷംസുദ്ദീൻ, പിന്നെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ പിന്നെ പുറത്തു വരുന്നില്ല. നാളിതുവരെ അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു വാർത്തയുമില്ല. ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വിഷയം, നവീൻ ബാബു കൊല്ലപ്പെടുന്നതിന് മുമ്പ് 5-ാം തീയതി ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സ്വർണം പണയം വെച്ച പണവുമായി നവീൻ ബാബുവിനെ കാണാൻ വന്നു എന്നുള്ള വാർത്തയാണ്. അതായത് അതിനുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ഹാജരാക്കുന്നുണ്ട്. 5-ാം തീയതി നവീൻ ബാബുവിന് കൊടുക്കാനുള്ള പണവുമായി പ്രശാന്ത് പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ട്. എന്നാൽ 6-ാം തീയതിയാണ് നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടത് എന്ന് നേരത്തെ വിവരം പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ആരോപണം ഉണ്ടായിരുന്നത്. 6-ാം തീയതി കൈക്കൂലി ആവശ്യപ്പെടുന്ന നവീൻ ബാബു 5-ാം തീയതി തന്നെ പണം കൊണ്ട് എങ്ങനെയാണ് പ്രശാന്ത് അങ്ങോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിന് മറ്റൊരു സാധ്യതയാണുള്ളത്. 5-ാം തീയതി ഒരുപക്ഷെ നവീൻ ബാബുവിന് കുറച്ച് പണം കൊടുത്ത് സ്വാധീനിക്കാമെന്ന് കരുതി ഒരുപക്ഷെ പ്രശാന്ത് പോയിട്ടുണ്ടാകും, ആട്ടിവിട്ടിട്ടുണ്ടാവും നവീൻ ബാബു. പണം കൊണ്ടുവന്ന പ്രശാന്തിനെ നവീൻ ബാബു ആട്ടിവിട്ടിട്ടുണ്ടെങ്കിൽ 6-ാം തീയതി ഒരു കൈക്കൂലി കഥ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നവീൻ ബാബുവിനെ കാണാൻ പ്രശാന്ത് പോയി എന്ന് പറയുന്ന വീഡിയോ 5-ാം തീയതിയിലെ വീഡിയോയാണ്. 6-ാം തീയതിയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഇത് തന്നെ യോജിക്കുന്നില്ല. ഒരു പുരാണത്തില് നമ്മളൊരു കഥ പറയും, അതായത് ഒരു ഐതിഹ്യമായിട്ട് നമ്മൾ പറയുന്നതാണ്, ചരിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ മഹാവിഷ്ണുവിന്റെ അവതാരം വാമനൻ വന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതിനു ശേഷമാണ് തൊട്ടടുത്ത അവതാരമായ പരശുരാമൻ വന്ന് മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കുന്നത്. ഇതേതാണ്ട് അതുപോലെയാണ് കാര്യങ്ങൾ. ഒരു വിളവെടുപ്പ് ഉത്സവത്തെ ഒരു ആലങ്കാരികമായ ഒരു കഥയുമായി ചേർത്ത് വെക്കുന്നതാണ്. മതപരവുമായി യാതൊരു അടിസ്ഥാനമില്ല ഇതിന്. എന്തിനും ഒരു കഥയുണ്ടല്ലോ, അതുപോലെ ഒരു കഥ ഇവിടെ ചമച്ചുണ്ടാക്കിയതാണ് എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ 5-ാം തീയതിയും 6-ാം തീയതിയും തമ്മിൽ എങ്ങനെ മാറിപ്പോകുന്നത്? അല്ലെങ്കിൽ ഇത് കരുതി കൂട്ടി ഒരു തെളിവുണ്ടാക്കി വെച്ചതായിരിക്കണം. നവീൻ ബാബു കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് പ്രശാന്തിനും അതുപോലെ PP ദിവ്യയ്ക്കും കളക്ടർക്കും അടക്കം എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഡ്രൈവർ ഷംസുദ്ദീൻ അടക്കം അറിയാമായിരുന്നിരിക്കണം. കാരണം അതിനു വേണ്ടിയിട്ടാണ് കൈക്കൂലി കൊടുക്കുന്നവരോട് തെളിവുണ്ടാക്കുന്നത്. 5-ാം തീയതി നവീൻ ബാബുവിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ദൃശ്യം, CCTV ദൃശ്യങ്ങൾ
ഉണ്ടാക്കി വെച്ച ശേഷം നവീൻ ബാബുവിനെ ഇല്ലാതാക്കി. പക്ഷെ അവിടെയും തെറ്റിപ്പോയി. 6-ാം തീയതിയാണ് കൈക്കൂലി ചോദിച്ചത് എന്ന് പറഞ്ഞു. 5-ാം തീയതിയാണോ 6-ാം തീയതിയാണോ പോയത് നവീൻ ബാബുവിനെ കാണാൻ പോയത് എന്നൊരു പക്ഷെ അവർക്ക് ഓർമ്മയുണ്ടായിരിക്കില്ല. തെളിവ് ഉണ്ടാക്കി വെക്കുമ്പോൾ അങ്ങനെയാണ്. കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു കൊലപാതകം നടത്തിയ ശേഷം അതിന് സാധൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി കള്ളത്തെളിവുകൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി ഒരു കുറ്റകൃത്യം നടത്താൻ വേണ്ടി കള്ളത്തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അബദ്ധങ്ങൾ സംഭവിക്കും. ആ അബദ്ധങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. തെളിവുകളെല്ലാം നശിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. ആ അബദ്ധങ്ങളെ ചൂണ്ടുപിടിച്ചുകൊണ്ട് ഈ കേസ് തെളിയിച്ചുകൊണ്ട് നവീൻ ബാബുവിനെ കൊന്നതാണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് വിചാരിച്ച നടക്കയില്ല എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. അതിന്റെ വിധിയാണ് ഇങ്ങനെ ഉച്ചഴിയുന്നത് പോലെ എഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള തെളിവുകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. പോലീസ് എടുത്തിട്ടുള്ള തെളിവുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നവീൻ ബാബു താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിന്റെയോ അതിന്റെ പരിസരത്തെയോ യാതൊരു CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല. അവിടെ ആര് വന്നു, ആരൊക്കെ പോയി, എങ്ങോട്ട് പോയി, എപ്പോ വന്നു എന്നതിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും ഇനി എടുക്കാൻ സാധ്യവുമല്ല. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അവിടുത്തെ ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, കൊലപാതകം കഴിഞ്ഞു, കൊലപാതകം തന്നെയാണ്, അത് ഉറപ്പിച്ചു. ആരൊക്കെയാണ് കൊന്നത് എന്ന് പോലീസിനും അറിയാം, CPI നേതാക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇവിടെ മറ്റു 2 പേരെ കൊന്ന കഥ അറിയാമല്ലോ. കൊന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം CBI കോടതിയിൽ അവർക്ക് ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റവാളികളാണെന്ന് വിധിക്കുമ്പോൾ CPM സ്വാഭാവികമായി ഞെട്ടും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചോരക്കളികൾ എന്ന് പറയുന്നത് ഒരു സാധാരണ കളി മാത്രമാണ്, അല്ലാതെ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ഒരു വലിയ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ചോര കൊണ്ട് അല്ലെങ്കിൽ കൊന്നുകൊണ്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു രീതി CPMന്റെ മുഖമുദ്രയാണ് എന്നതുകൊണ്ട് നവീൻ ബാബു എന്നൊരു വ്യക്തിയെ, ഇത് കറകളഞ്ഞൊരു വ്യക്തിയെ, അതും കണ്ണൂരിൽ നിന്ന് നേരെ പത്തനംതിട്ടയിലേക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ ചില വിവരങ്ങളും കൊണ്ടാണ് പോകുന്നത് എന്നതുകൊണ്ട് അങ്ങനെ പോയാൽ അത് അപകടമാണ്. അതുകൊണ്ട് ഇല്ലാതാക്കണം. അതുകൊണ്ട് കുറെ തെളിവുകൾ ഉണ്ടാക്കി പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി ഒരു യാത്രയപ്പ് ചടങ്ങ്, പതിവിന് വിപരീതമായി സാധാരണ സ്ഥലം മാറി പോകുന്ന ഒരു വ്യക്തിക്ക് രാവിലെ പോകേണ്ട മനുഷ്യനെ പിടിച്ചിരുത്തി വൈകുന്നേരം ഒരു യാത്രയപ്പ് ചടങ്ങുണ്ടാക്കി. അതിൽ PP ദീപ വന്ന് സംസാരിച്ചു. ആ സംസാരത്തിന്റെ ഭാഗമായി ഇയാൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു വരുത്തി തീർത്തിട്ട് ഈ കേസ് ക്ലോസ് ചെയ്യാമെന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. അവർ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പുതിയ പുതിയ തെളിവുകൾ അവർ നശിപ്പിക്കുന്ന തെളിവുകളിൽ നിന്നും ഉണ്ടായി വരികയാണ്. അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അവർ എന്തു മറയ്ക്കാൻ ശ്രമിച്ചോ അത് തെളിയുകയാണ്. അവിടെ ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൊലപാതകമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവും. CBI തന്നെയാണ് ഈ കേസിനെ അന്വേഷിക്കേണ്ടത്. കാര്യം അവർ അന്വേഷിച്ചാൽ ഇത് തെളിയുള്ളൂ. നിലവിലുള്ള തെളിവുകളെല്ലാം നശിച്ച നിലയ്ക്ക് ഇനി സാഹചര്യ തെളിവുകളിലും അതുപോലെ സാക്ഷിമൊഴികളിലും ഇതുപോലെ പടച്ചുവിട്ടിട്ടുള്ള കള്ളക്കഥകളിലും ആ കഥകളിലും പിടിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാനേ സാധിക്കുള്ളൂ. കോടതി എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ വിധവയായ മഞ്ജുഷയ്ക്ക് കണ്ണീർ തോരുന്നത് നീതി ലഭിക്കുന്നത് എങ്ങനെയെന്നും. Different angles. Don't forget to subscribe and support this channel.